വെറൈറ്റി ആയിട്ട് നമുക്കിന്നൊരു അട തയ്യാറാക്കിയാലോ. കഴിച്ചാലും മതിയാകാത്ത അത്രയും ടേസ്റ്റിലാട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മളിത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാരിനേറ്റ് ചെയ്ത് വെച്ച ചെറിയ ചെറിയ പീസായിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാട്ടോ ഇതിന് യൂസ് ചെയ്തത്. ഇനി നമുക്ക് സാധാരണ നമ്മൾ നൂൽപുട്ടിനൊക്കെ മാവ് കുഴക്കുന്നത് പോലെ മാവൊന്ന് കുഴച്ചെടുക്കണം. നൈസായിട്ടുള്ള അരിപ്പൊടിയിലേക്ക് ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെയാട്ടോ നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള 2 സവാള ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ചതച്ചിട്ടായാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടീൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് ആറുന്ന സമയത്ത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇനി ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ചിക്കൻ തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഈ ഒരു സവാളയായിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മസാല എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിച്ച് വരും. ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും ഗരം മസാലയും കുറച്ച് കൂടുതൽ അളവിൽ നിൽക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഗരം മസാലയും ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടയൊന്ന് പരത്തിയെടുക്കാം. വാഴയിലയിൽ നമ്മൾ ഇതാ ഒരു എത്രത്തോളം മാവ് വേണോ അതിനനുസരിച്ച് നമുക്ക് മാവ് ഇട്ടതിന് ശേഷം നമുക്ക് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഇതുപോലെ നല്ല നേർങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ നടുക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ചിക്കൻ്റെ ഒരു മിക്സ്, അതിലേക്ക് ഒന്ന് നിറച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15-20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും മധുരത്തിൻ്റെ ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ അട തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള അട ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ തലേന്ന് നമുക്കിതുപോലെ മാവൊക്കെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതൊന്ന് ആവികേറ്റ് എടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ അപ്പോൾ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് കഴിക്കാൻ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് വരെ മറക്കല്ലേ.